Hi JEE aspirants. So അങ്ങനെ ഫൈനലി JEE Main 2026ന്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് ഓപ്പൺ ആയിട്ടുണ്ട്. JEEmain.nta.nic.in എന്ന വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുക. സോ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പം ഒരു ടൈം പീരീഡ് ഉണ്ടാകുമല്ലോ. ഈ ടൈം പീരീഡിനുള്ളിൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്താൽ മതിയാകും. അല്ലാണ്ട് നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് പ്രോസസ്സ് തന്നെ കംപ്ലീറ്റ് ചെയ്യണമെന്നില്ല. സോ രജിസ്ട്രേഷൻ നമുക്ക് പല സ്റ്റെപ്പുകളായിട്ടാണ് കൺക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് അക്കൗണ്ട് ക്രിയേഷൻ ആണ്. അത് വെച്ച് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കിട്ടും. ഈ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ചാണ് നിങ്ങൾ ബാക്കി രജിസ്ട്രേഷൻ പ്രോസസ് എല്ലാം ചെയ്യേണ്ടത്. അതിന് ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫീ പേയ്മെന്റ് ആണ്. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഫീ പേയ്മെന്റും കംപ്ലീറ്റ്ലി ചെയ്താൽ മാത്രമേ നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആകത്തുള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് ഒരു അക്നോളജ്മെന്റ് ഇതുണ്ടാകും, ഒരു ഫോം ഉണ്ടാവും. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കയ്യിൽ സൂക്ഷിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ സ്റ്റെപ്പുകളിലായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. വളരെ സാവധാനത്തിൽ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അത് മാത്രമല്ല, അവിടെ ഇൻഫർമേഷൻ ബ്രോഷർ ഉണ്ടാകും. ആ ഇൻഫർമേഷൻ ബ്രോഷറിൽ നിങ്ങളുടെ ഫോട്ടോന്റെ സൈസും അതേപോലെ തന്നെ നിങ്ങളുടെ സിഗ്നേച്ചർ എങ്ങനെ ആയിരിക്കണം, ഫോട്ടോ എങ്ങനെയുള്ളതായിരിക്കണം, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് ഏതൊക്കെ അപ്ലോഡ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാം നിങ്ങൾക്ക് കൊടുത്ത് കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം രജിസ്ട്രേഷൻ ചെയ്യാൻ ശ്രമിക്കുക. ഓർക്കുക, നിങ്ങളുടെ എക്സാം എഴുതുന്ന പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങളുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം, നമ്മൾ JEE Main 2026 രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതും നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്താൽ മതിയാകും. സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.